തുടർച്ചയായി 4ാം തവണയും ആലുവ മണ്ഡലത്തിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു കയറിയിരിക്കുകയാണ് അൻവർ സാദത്ത്. അങ്ങനെ വീണ്ടും നിയമസഭയിലെത്തുന്നു. ചരിത്ര വിജയം എങ്ങനെ തോന്നുന്നു ഈ സമയം? ആദ്യം തന്നെ എന്നെ സഹായിച്ച, എന്നെ വോട്ട് ചെയ്ത് സഹായിച്ച ആലുവക്കാർ ഓരോരുത്തരോടും നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ആലുവക്കാർക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഞാൻ അവരെ ചേർത്ത് പിടിക്കാറുണ്ട്. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാറില്ല. അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അവരെന്നെ ചേർത്ത് പിടിച്ചു. ആ തിരഞ്ഞെടുപ്പ് പിടിച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഈ നല്ല തിളക്കമാർന്ന വിജയം, നല്ല ഭൂരിപക്ഷം എനിക്ക് കിട്ടാനുള്ള കാരണം ഉണ്ടായത്. അത് പിന്നെ നമുക്കറിയാം, ഈ ഗവൺമെൻറ് വലിയ ജനവികാരം അതാണല്ലോ. കേരളത്തിൽ 102 സീറ്റുണ്ട് അധികാരത്തിൽ വന്നു. 102 സീറ്റ് മാത്രമല്ല, പല വമ്പന്മാരെയും പല ആളുകളും നിസ്സാര വോട്ടുകൾക്കാണ് കുറേ സീറ്റുകൾ പോയിരിക്കുന്നത്, നിസ്സാര വോട്ടുകൾക്ക്. അപ്പോൾ അതൊക്കെ ജനവികാരമാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനത്തെ മറന്ന് മുന്നോട്ട് പോയാൽ അതിന് തക്കതായ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ജനം തിരിച്ചറിഞ്ഞ് അവരെ മാറ്റി നിർത്തേണ്ട അവസാനത്തെ ഉദാഹരണമാണ്. അതാണ് ഡെമോക്രസി, അതാണ് ജനാധിപത്യം. നമുക്ക് തിളക്കമാർന്ന ജനാധിപത്യമായ ഒരു വിജയമാണ് നടന്നത്. എന്തായാലും MLA എന്നതിൽ ഇനി എൻ്റെ വികസനവും കരുതലുമായി മുന്നോട്ട് പോകും. നാടിൻ്റെ വികസനമാണ്, അതാണ് എൻ്റെ മുഖ്യ ലക്ഷ്യം. അതുപോലെ കരുതലും, അമ്മക്കിളി കൊടുക്കുന്ന ഒരു പദ്ധതി നടത്തുന്നുണ്ട്, വിധവകൾക്ക് വീട് വെച്ച പദ്ധതി, അലൈവ് എന്ന വിദ്യാഭ്യാസ പദ്ധതി, അതൊക്കെ മുന്നോട്ട് പോകും. അപ്പം സംസ്ഥാനം കൂടി ഭരിക്കുകയാണ് നിങ്ങളുടെ സർക്കാർ. അപ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടുന്ന ഒരു സാഹചര്യം കൂടിയല്ലേ? തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗം. ഇപ്പോൾ ഞങ്ങളൊക്കെ ഭരണകക്ഷി MLA മാരാണല്ലോ. അപ്പം ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വം വരും. ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളുണ്ട്, UDF കൊടുത്തിട്ടുണ്ട്, കോൺഗ്രസ് കൊടുത്ത ആ വാഗ്ദാനങ്ങൾക്ക് നിറവേറ്റാൻ വേണ്ടി ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തണം, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർമ്മപ്പെടുത്തണം. ആ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തോട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഒപ്പം തന്നെ ഞങ്ങൾ നിന്ന് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളും അതൊക്കെ മേലും കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമമാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കോൺഗ്രസ് നേതാവിനെ കാണുമ്പോൾ ഇപ്പോൾ ഓരോ ജനങ്ങളും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ, ആരാകും മുഖ്യമന്ത്രി എന്ന്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അത് ഓരോ കോൺഗ്രസ് സഹപ്രവർത്തകരോടും പറയാനുള്ളത്, അതിന് പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഉണ്ടാവും. അത് കോൺഗ്രസ് പാർട്ടിക്കൊരു പ്രോസസ്സുണ്ട് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള. ആ പ്രോസസ്സ് വൈകാതെ തന്നെ തുടങ്ങും. ആ വൈകാതെ തുടങ്ങി അതിൻ്റെ ഫൈനൽ തീരുമാനം എടുക്കുന്നത് ഹൈക്കമാൻഡാണ്. ആ ഹൈക്കമാൻഡ് എത്രയും വേഗം തീരുമാനമെടുക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിന് യാതൊരു തർക്കമോ ഒരു പ്രശ്നമോ ഒരു ബഹളമോ ഒന്നും ഉണ്ടാവില്ല. അതേപോലെ ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ കോൺഗ്രസ് പാർട്ടി തീരുമാനം അത് എല്ലാവരും അംഗീകരിക്കും. അതാണ്. എങ്കിൽ പറയുമ്പോൾ പോലും 3 പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. അതിൽ സ്വാഭാവികമായും ഇത്രയും വലിയ ഒരു ചരിത്ര വിജയം സ്വന്തമാക്കിയതിൽ ടീം UDF എന്ന് പറയുമ്പോൾ പോലും അത് ഉയർന്നു കേൾക്കുന്ന പേര് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ്റെതാണ്. അദ്ദേഹത്തിന് മാത്രമാണ് ഈ ഒരു വിജയം അവകാശവാദം ഉന്നയിക്കുന്നതെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എത്രമാത്രം സാധ്യതയാണുള്ളത്? അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ ആരുടെയും സാധ്യത അല്ലാനോ ആ സാധ്യത പറയാനോ ഞാനൊരു എന്താ പറയുന്നത്, അങ്ങനെ പറയാൻ ഞാൻ ആളല്ല. എന്നേക്കും എല്ലാവർക്കും മുകളിലാണ് ഞങ്ങളുടെ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം ഏതായാലും അൻവർ സാദത്തായാലും ലക്ഷോപലക്ഷങ്ങൾ വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ, പിന്നെ UDF പ്രവർത്തകർ, നേതാക്കന്മാർ അത് അംഗീകരിക്കണം. അത് അംഗീകരിച്ച ചരിത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ബഹളമോ ഒന്നും ഉണ്ടാവില്ല. അത് കോൺഗ്രസ് പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കും, അത് എല്ലാവരും അംഗീകരിക്കും. ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട്. ഞങ്ങളുടെ മുമ്പിലുള്ളത് വരുന്ന മുഖ്യമന്ത്രിയും ആ മന്ത്രിസഭയും ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ അത് നിറവേറ്റും. ചില രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമ്മുടെ വനിതകൾക്ക് ഫ്രീ കൊടുക്കുന്നത് ആദ്യത്തെ ക്യാബിനറ്റ് എടുക്കുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് പോകും. നല്ല ഒരു ഭരണം, വികസനവും കരുതലും ആയിട്ട് മുന്നോട്ട് പോകും എന്ന് നല്ല ഉറപ്പാണ്. എന്തായാലും വളരെ സന്തോഷം. എന്നാലും വലിയ സന്തോഷത്തിലും ആത്മവിശ്വാസത്തിലുമാണ് അൻവർ സാദത്ത് MLA വീണ്ടും നിയമസഭയിലേക്ക് എത്തുമ്പോൾ. കുറച്ചുകൂടി സന്തോഷം, അല്ലെങ്കിൽ സന്തോഷം ഇരട്ടിയാക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്നത് ഇനി UDF ആയിരിക്കും എന്നത് തന്നെയാണ്. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.